ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് വീറും വാശിയും കൂടിയുള്ളതാകുമ്പോൾ അതിൻ്റെ മനോഹാരിത ഒന്ന് കൂടുകയാണ്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് എന്നിരിക്കെ അതിൽ വർഗീയ വിഷം ചീറ്റാൻ തുടങ്ങിയത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണെന്നതാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാരെ ഞെട്ടിച്ചിരിക്കുന്നത്. തനിക്കുണ്ടായിരുന്ന എല്ലാ നല്ല പേരും നരേന്ദ്രമോദി കളഞ്ഞുകുളിച്ചു. അതോടെ ഇത് അദ്ദേഹം ആഗ്രഹിച്ചതായിരുന്നില്ല, പക്ഷേ തോൽക്കുമെന്നുള്ള വെപ്രാളത്തിൽ നിന്നും പറയുന്നതാണ്. പക്ഷെ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ജയിലിൽ പോകാൻ ഭയമുള്ളവരുടെ വെപ്രാളമാണ് ഓരോ ദിവസവും മോഡിയിൽ നിന്നും അമിത്ഷായിൽ നിന്നും വരുന്ന പ്രസ്താവനകളെന്ന് രാജ്യം തിരിച്ചറിയുകയാണ്. ടി സിദ്ദിഖ് MLA പറഞ്ഞതുപോലെ ഗുജറാത്ത് അല്ല ഇന്ത്യ എന്ന് ജൂൺ 4-ാം തീയതി അവർക്ക് ബോധ്യമാകാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം പറഞ്ഞ വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ, കോൺഗ്രസ് രാമക്ഷേത്രം പൊളിക്കുമെന്ന പ്രസ്താവനകളടക്കം കോൺഗ്രസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, എന്നിട്ടും രക്ഷയില്ല എന്ന് ബോധ്യമായ മോദിക്കും അമിത്ഷായ്ക്കും ഇപ്പോഴും മനസ്സിലാകാത്ത ഒന്നാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പൾസ് എന്ന് പറയുന്നത്. എല്ലാം ഗുജറാത്തിലേതുപോലെ എന്ന് വിശ്വസിച്ച് അവർ 2 പേരും മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും. അതായിരിക്കും അവരുടെ തകർച്ചയുടെ പ്രധാന കാരണവും. സംഘപരിവാറിനെ ഈ രാജ്യത്ത് വളർത്തിയ അദ്വാനിയും ജോഷിയും അടക്കമുള്ള നേതാക്കളെ പിന്നിലേക്ക് മാറ്റി നിർത്തി രാജ്യവും പാർട്ടിയും നരേന്ദ്രമോദിയും അമിത്ഷായും വീതം വെച്ചെടുത്തു. അതോടെ തുടങ്ങിയ അവരുടെ അകത്തും പുറത്തുമുള്ള ഈ ഭരണം ഇന്ത്യയെ ഗുജറാത്താക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2019 വീണ്ടും വിജയിച്ചപ്പോൾ ഒരവസരം കൂടി വോട്ടർമാർ കൊടുത്തു എന്ന് അവർ കരുതി. എന്നാൽ ആ വോട്ടെല്ലാം വർഗീയമായ വോട്ടാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് നരേന്ദ്രമോദിക്ക് വരാൻ പോകുന്ന തകർച്ച. ഈ മനുഷ്യൻ നമ്മുടെ ജീവിതം സുന്ദരമാക്കുമെന്ന ദരിദ്രരുടെ ഒരു വിശ്വാസമായിരുന്നു ആ അവസരങ്ങൾ. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചവർ, അതുപോലെ അച്ഛാദിൻ പ്രതീക്ഷിച്ചവർ കണ്ടത് രാജ്യം കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലയ്ക്കുന്നതാണ്. പിന്നീട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം 22 കോടീശ്വരന്മാർക്ക് മാത്രം പതിച്ചു നൽകി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർത്ത്. എല്ലാ മേഖലയിലും രാജ്യത്തെ പിന്നിലാക്കി. ഒപ്പം രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് സമാനമായി വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രധാനമന്ത്രി എവിടെയും ഇത്ര അധപ്പതിച്ചിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. സത്യത്തിൽ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ ജനത മറ്റൊരു നേതാവിനെ ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു മോദിക്ക് ബദലായി. അവരുടെ കൂടെ നിൽക്കുന്ന, ജനങ്ങളെ ചേർത്തു നിർത്തുന്ന, അവരെ കേൾക്കുന്ന, അതുപോലെ പരിഹാരങ്ങൾ കാണുന്ന ഒരു നേതാവിന് വേണം. മൻ കി ബാത്തിന് പകരം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു നേതാവിനെ അവർ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് മുന്നിലേക്കാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ രാജകുമാരനായി കടന്നു വരുന്നത്. വയനാട്ടിൽ നിന്നും ദക്ഷിണേന്ത്യയുടെ ഹൃദയം കവർന്നുകൊണ്ട് അവിടുത്തെ വോട്ടുകൾ പെട്ടിയിൽ ഭദ്രമാക്കി വെച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി അവിടം കീഴടക്കിയതോടെയാണ് നരേന്ദ്രമോദി ഒരു സമനില തന്നെ തെറ്റിയ പോലെ കാണിക്കാൻ തുടങ്ങിയത്. രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ പൊള്ളയായ മോഡി എന്ന ബിംബം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഇതാണ് ഉത്തരേന്ത്യയും ഇപ്പോൾ നൽകുന്ന സന്ദേശം. എതിരാളിയില്ലാത്ത ഒരു നേതാവാണെന്ന് സ്വയം ഊതിവീർപ്പിച്ച ഒരു നേതാവായി നരേന്ദ്രമോദി മാറുകയാണ്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. അത് മോദി തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുലിനെതിരെ വളരെ നീചമായി വിമർശിക്കുന്നത്. പക്ഷേ 10 വർഷം മാത്രമേ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് അവസരം നൽകിയിട്ടുള്ളൂ. ഇനി രാഹുലിൻ്റെ ഊഴമെന്നു തെളിയാൻ 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഹിന്ദി ഹൃദയഭൂമിയിലെ പോരാട്ടം നൽകുന്ന സൂചനയും ഇതുതന്നെയാണ്. ഉത്തരേന്ത്യ രാഹുൽ ഗാന്ധി പിടിക്കുന്നു എന്ന സത്യമാണ് നരേന്ദ്രമോദിയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്.